രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തർക്കമുണ്ടായി. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നേതൃത്വം ആരോ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കൂട്ടുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെയും അകത്ത് കയറ്റിയിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം വാർത്ത വന്നതോ, ഒരുപാട് വാർത്തകൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റ് ഒറ്റ വാചകത്തിലാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാണ്. അതിനകത്ത് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്, മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, സത്യം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ നാട് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയും ചർച്ച ചെയ്യാനുള്ള വേദി തന്നെയാണ്. അതിനകത്ത് വളരെ വിവിധ തരത്തിലുള്ള ചർച്ച നടക്കും, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് കോൺഗ്രസ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കുക. അപ്പോൾ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും. ഒരേ അഭിപ്രായമാണെങ്കിൽ പ്രശ്നമില്ലല്ലോ.